ഇതിന് സ്റ്റോപ്പില്ല. കിച്ചണിൽ കയറി ആദ്യം കൈ ചേരണ്ടേ അതിലേക്കാ. എന്ത് സംഗതിയും ഫ്ലോപ്പ് ആയാലും നല്ലതായാലും നിങ്ങളെ നേരെ നിവർന്നു നിന്ന് തന്നെ കാണിക്കും. കാരണം അങ്ങനെയൊന്നും വിഷയമില്ല. ഇതൊക്കെ ജീവിതത്തിലെ ലൈഫിൽ ഇതൊക്കെ നടക്കണ കാര്യങ്ങളാണ്. വെക്കുവാണ്. ഇപ്പൊ ഞങ്ങളാ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷെ ചേരുമ്പോ ഫ്രൈഡ് ചിക്കൻ ആയി. സ്റ്റെബിലൈസർ കയ്യിൽ പിടിച്ചോണ്ടിരിക്കണേ വേറെ മാറ്റി. അതാ നല്ലതാ. സാധനം എടുത്താ മതിയുന്നത്. ഇത് വെള്ളത്തിലിടണം. നമുക്കിത് ഫ്രൈ ചെയ്യാനാട്ടോ. ചിക്കൻ ലെഗ് എന്തെന്നാ പറയണേ? ബ്രോസ്റ്റഡ്. ബ്രോസ്റ്റഡ് ചിക്കൻ. അതെ, വെള്ളത്തിലിട്ട് തണുപ്പ് പോയി കഴിഞ്ഞിട്ട് അതിന്റെ മെത്തേഡുകളൊക്കെ കാണിക്കാം. അത് വെള്ളത്തിലിട്ടേച്ച് വേറൊരു പരിപാടി ചെയ്യാനുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. കഴുകി വെക്കണം. വേറൊരു ഡ്രിങ്ക് തയ്യാറാക്കണം. കാര്യം ഇന്നലെ നല്ലൊരു അരമണിക്കൂർ മഴ കിട്ടി. ഏപ്രിൽ 13, ഏപ്രിൽ 12 വൈകിട്ട്. പക്ഷെ 13-ാം തീയതി ചൂടാ ഇട്ട് വെച്ചേക്കുവാ. ഇതിന് സ്റ്റോപ്പില്ല. കിച്ചണിൽ കയറി ആദ്യം കൈ ചേരണ്ടേ അതിലേക്കാ. എന്നാലും വേണു വന്നപ്പോ എന്നോട് ചോദിച്ചേ, ഇതിന്റെ കുഞ്ഞേച്ചി ഫാൻ ഓൺ ചെയ്തിട്ടേക്കണേ നാലില്ലാതെ. അങ്ങനെയൊക്കെയാ കുഞ്ഞേച്ചിയുടെ ഇത് അങ്ങനെയാന്ന് പറഞ്ഞു. ഒരു 3 ലെഗ് പീസേ വെച്ചിട്ടുള്ളൂ. 2 പേർക്കുള്ളതാണ് ഉണ്ടാക്കണേ. ഒരാൾക്ക് ചിക്കൻ വേണ്ട. ഇപ്പൊ ലെഗ് പീസ് കൊണ്ടൊരു ഫ്രൈഡ് ചിക്കൻ. ഒരു മസാലയൊക്കെ പുരട്ടി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചേച്ച് മൈദ, അരിപ്പൊടി അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഗരം മസാലയൊക്കെ ചേർത്ത് അതിൽ ഡിപ്പ് ചെയ്ത് വീണ്ടും അതിൽ സിറപ്പിൽ മുക്കി വീണ്ടും ഡിപ്പ് ചെയ്തേച്ച് വറക്കണ ബ്രോസ്റ്റഡ് ചിക്കൻ. അങ്ങനെ പറ. അത് എങ്ങനെയാന്ന് ആദ്യം ഒന്ന് അതിന്റെ വർണ്ണന ഒന്ന് പറയണം. എന്നിട്ട് അതിന്റെ ശരി പേര് പറയും. അപ്പൊ അത് തയ്യാറാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിനു വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി സിറപ്പ് അരപ്പ് തീർന്നാൽ ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ചേച്ച് അരച്ചതാട്ടോ. അപ്പൊ ഇതിന് വേറെ ഇനി വെച്ചേക്കൂല. ഇതിനു വേണ്ടി മാത്രം അരച്ചെടുത്തത്. അപ്പൊ വെള്ളം ചേർത്തില്ലെങ്കിൽ അരഞ്ഞു കിട്ടൂല. അപ്പൊ ആദ്യം ഒരു പാത്രത്തിലേക്ക് അതിനുള്ള മസാല ഇവിടെ തയ്യാറാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാ. അത് ശരി. സ്വല്പം ഉപ്പ് കുറച്ച് മതി കേട്ടോ. കാരണം പല രീതിയിലും ഇതിലേക്ക് ഉപ്പ് അല്ലാതെ ആഡ് ചെയ്യണ അവസ്ഥയുണ്ട്. അപ്പൊ ഇതിൽ സ്വല്പം ഉപ്പിടുക. എല്ലാവരും കണ്ട് മനസ്സിലാക്കിക്കോളുക. മഞ്ഞൾപ്പൊടി ഇടുക. എളുപ്പത്തിൽ പറന്നു പോവാണല്ലോ കാറ്റ് കൊണ്ടാ. കാശ്മീരി മുളക് പൊടി. എരിവിന് 3 പീസല്ലേ ഉള്ളത്, മതി. ഇപ്പൊ എരിവിന് പെപ്പറ ചേർക്കണം. ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഞങ്ങള് മസാല സ്പൈസി അധികം ആക്കാത്ത കൊണ്ട് കുറച്ചാണ് ചേർക്കണുള്ളൂ. പക്ഷെ കൂടുതൽ ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് അത് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അരച്ചത് കൊണ്ട് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചത് അത് വെച്ചേക്കണില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറയാം. ഇതിന്റെ വേറെ ആവശ്യത്തിനുണ്ട്. അത് അന്നേരം ഉപയോഗിക്കാം കേട്ടോ. അന്നേരം പറയാം. അപ്പൊ ഇത് സ്വല്പം തൈര് വേണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വരട്ടെ. തൈരില് മിക്സ് ചെയ്ത് ആദ്യം ലിക്വിഡ് ഫോമിലാക്കി വെക്കാം. അത് ഞാൻ കരുതി ഇവിടെ ഇരിക്കുന്ന തൈര് എടുക്കാന്ന്. അപ്പോഴാ നീ എന്നോട് പറഞ്ഞ കട്ടിമോര് മേടിച്ചില്ലേ മിൽമേഡ്, അത് എടുക്കാൻ പറഞ്ഞ. അപ്പൊ അത് നല്ല ഐഡിയ. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന് ഇച്ചിരി ജ്യൂസി ആയിട്ട് കിടക്കണം ഇത് സിറപ്പേ. അപ്പൊ സിറപ്പ് എന്നല്ല പറയണ, ഇതിന്റെ ലിക്വിഡ് ഫോമില. അപ്പൊ അത് കാരണം എനിക്കും തോന്നി കട്ടിമോരായിരിക്കും നല്ലതെന്ന്. മിൽമേഡ് ആട്ടോ. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. നല്ല സാധനമായത് കൊണ്ട് ചേർക്കണതാ. ഒരു സ്പൂണും കൂടെ ഇരുന്നോട്ടെ കേട്ടോ. ഇനി നമുക്ക് സ്വല്പം വെള്ളം വെള്ളം തന്നെ ഒഴിക്കണം. നോർമൽ വാട്ടർ അത് ഒഴിച്ച് ഒരു ലിക്വിഡ് ഫോം ആക്കണം. ഞാൻ കാണിച്ചു തരാം. കപ്പിലെടുത്തോണ്ട് വരാൻ ചിലപ്പോൾ വേണ്ടി വരും. കാരണം കുറച്ച് ലിക്വിഡ് അധികമായിട്ട് ഇതിൽ ആവശ്യമുണ്ട്. അതെന്തിനാണ് ലാസ്റ്റ് സമയം പറയാം. ഇപ്പം പറഞ്ഞാൽ അത് മനസ്സിലാവൂല. എല്ലാം കൂടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് പറയാം. അപ്പം ഞാനൊന്ന് ഉപ്പ് നോക്കിക്കോട്ടെ കേട്ടോ. ഉപ്പിച്ചിട്ട് മുന്നിൽ നിൽക്കണം. അതുകൊണ്ടാണ് പുളിപ്പ് കുറവാണ്. ഇച്ചിരി മുളക് ചേർക്കാവേ. പുളിപ്പ് വേണം. ഒരുപാട് പുളി ഇല്ല. അതുകൊണ്ടാണ് ആവശ്യത്തിന് പുളി. വെളുത്തുള്ളി ഇഞ്ചിയുടെയും കുരുമുളകിന്റെയും നല്ല സ്വാദുണ്ട് കേട്ടോ. കട്ടിമോര് നല്ലതല്ലേ? നീ പറഞ്ഞ പോലെ മോരുകറിക്കൊക്കെ നല്ലതായിരിക്കും. അല്ല, അതിന്റെ ആവശ്യം നമുക്കില്ല. ഇന്നലെ ഇപ്പൊ ഇങ്ങനെ കണ്ടപ്പോ നീ സംഭാരം അടിക്കാൻ വേണ്ടി മേടിച്ചെന്നല്ലേ ഉള്ളൂ. ഇത് ബാക്കിയുള്ളത് കൊണ്ട് അമ്മ ഒരു മോരുകറി അങ്ങ് വെച്ചോ. സംഭാരം അടിച്ചു കുടിക്കാൻ നോക്കാം. മോരുകറിക്ക് തൈര് ഇരിപ്പുണ്ടല്ലോ ഓൾറെഡി. നമ്മൾ ഓരോ വെച്ച് തൈര് ഇരിപ്പുണ്ടതാ. ഇതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാലോ. നീ പൊടി ഉണ്ടാക്കലൊന്നും നാളെ ഉണ്ടാവൂല്ലോ. നാളെ അല്ല, അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും ഉണ്ടാക്കി കഴിച്ചോ. ഉപ്പിളിപ്പ് മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ മോര് ഫ്രിഡ്ജിൽ ഇട്ട് വെച്ചേക്കാം കേട്ടോ. വിളിച്ചു പോരെ.
ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ്റെ ഓരോ പീസ് എടുക്കുക. ഇത് കത്തി കൊണ്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം, പക്ഷെ കത്തി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ എല്ലാവർക്കും അടിയാ ഇങ്ങനെ വറക്കാനും ഇതിനൊക്കെ ഉള്ളത് കൊണ്ട് അത് ചിലപ്പോൾ ഇങ്ങനെ ഈ ഇതായിട്ട് പോരും, എന്നെ വിണ്ട് കയറി പോരും. അതുകൊണ്ട് ദേ ഇതിലേക്ക് കയറാൻ വേണ്ടി ഫോർക്ക് കൊണ്ട് കുത്തിയാൽ മതി. കത്തി ആയാലും മതി കേട്ടോ, പക്ഷെ കത്തി കൊണ്ട് കുത്തിയാൽ ഞാൻ കുത്തിയാൽ ചിലപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ ബലമുള്ള ഫോർക്ക് എടുത്ത് ഇങ്ങനെ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്കൊക്കെ അരപ്പ് ഇറങ്ങിക്കോളൂ കേട്ടോ. അതാണ് നല്ലത്. പല രീതിയിൽ ഉണ്ടാക്കാതിരിക്കും, പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ഞങ്ങൾ കാണിക്കണം. അമ്മ സ്പെഷ്യൽ ബ്രോസ്റ്റഡ് ചിക്കൻ. ഇതിലേക്ക് ഫോർക്ക് കയറാൻ നോക്കിയതാ. ഫോർക്ക് കൊണ്ടൊക്കെ ഹോളാക്കിയില്ലേ, ആ ഹോളാക്കി ഓരോ പീസും ഇതിൽ ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ലിക്വിഡ് ഫോമിൽ തന്നെ കുറച്ച് ലിക്വിഡായിട്ട് ഇതിൽ കിടക്കും. ആ ഫോർക്കൊക്കെ വരഞ്ഞ് ആ പാകത്തോടെ ഇതിലേക്ക് കയറേണ്ട മസാല അകത്തേക്ക് കയറിക്കും. 3 പീസിന് പാകമുള്ള പാത്രം കേട്ടോ. ഇനി കുറച്ചൊരു 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഒരു 5-6 മണിക്കൂർ വെച്ചാൽ നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ സമയം അത്രയും ഇല്ലാത്ത കാരണം 3 മണിക്കൂറെങ്കിലും വെച്ചാൽ അതിലേക്ക് കുറച്ച് കയറി ഇറച്ചി എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് പിന്നെ ചെയ്യണം എന്നാന്ന് കാണിക്കാം. ഇതിപ്പം നമ്മൾ ഒരു അടപ്പ് കൊണ്ട് അടച്ചേച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട, അതിങ്ങനെ അതിലേക്ക് ആയിക്കോളും. അല്ലെങ്കിൽ മോരൊക്കെ പുളിച്ചു പോകും. വെക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ നോക്കിക്കേ, ഈ ഫോമിലായിട്ടുണ്ട് കേട്ടോ. എത്ര മണിക്കൂറായി? ഇപ്പൊ 2:30 അത്രേ ആയോളൂ. ഇനിയിപ്പൊ മണി 7:30 ഇനിയും വൈകി കഴിഞ്ഞാൽ പിന്നെ അത് വറുത്ത് പോരുമ്പോഴത്തേക്ക് ഒരുപാട് വൈകും. അമ്മ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അയ്യോ അതെ, മുടി ഇങ്ങനെ പുതുങ്ങിയിട്ട് വെച്ചേക്കുവാ. ഇങ്ങനെ വെച്ച് അഴിച്ചിട്ടേച്ച് കിച്ചണിൽ പണിത് കഴിഞ്ഞാൽ ശരിയാവൂല. അത് കാരണം അതറിയാലോ, അടുക്കളയിൽ പണിയണ എല്ലാവർക്കും അറിയാം അടുക്കളയിൽ മുടി അഴിച്ചിട്ട് പണിതാൽ എന്താ വിഷയം എന്നുള്ളത്. അപ്പൊ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടി മിക്സ് തയ്യാറാക്കണം. അതിന് നമ്മളിതേ ഈ ഇരിക്കുന്നത് കോൺഫ്ലവറാ. 3 ചിക്കൻ ലെഗ് പീസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഇതേ കോൺഫ്ലവർ ഇത്രയും. ഇതിനാ 2 വടിച്ച മൈദ, 1 വടിച്ച് വറുത്ത തരിങ്ങുള്ള പുട്ടിന്റെ പൊടി എടുത്തേക്കണത്. അത് മുരി പിടിച്ചിരിക്കാൻ വേണ്ടി. നൈസ് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിടിച്ചിരിക്കൂല കേട്ടോ. അപ്പൊ 2 വടിച്ച് മൈദയും ഒരു സ്പൂണിന്റെ വറുത്ത പുട്ടിന്റെ പൊടി, പിന്നെ കോൺഫ്ലോർ ഞാൻ എന്തോരാന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ആക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു സ്വല്പം ഗരം മസാല ചേർക്കാം. അത് ഒരുപാട് വേണ്ട, സ്വല്പം മതി. ഇത് മതി. ഓൾറെഡി ചിക്കനിലെല്ലാം ഉണ്ടല്ലോ, അതുകൂടി ഇരിക്കട്ടെ കേട്ടോ. ഗരം മസാല, പിന്നെ നമുക്കേ ഇച്ചിരി പെപ്പർ അതും കാണിച്ചു തരാം. ഇത് മതി. ഞാൻ പറഞ്ഞില്ലേ, സ്പൈസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാട്ടോ. ഞങ്ങൾക്ക് ഇത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ സ്പൂൺ കൊണ്ട് തന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ബാലൻസ് ഇരിക്കുന്ന ഇതിൽ ചേർക്കാം കേട്ടോ. കാണിച്ചു തരാം. ഇത് വെള്ളമായിട്ട് ചേർക്കരുത് അതിൽ, കാരണം ഇതിൽ വെള്ളം വേണ്ട. ഇത് പൊടിയിൽ ഡിപ്പ് ചെയ്തെടുക്കുമല്ലേ, ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഊറ്റി അങ്ങ് എടുക്കും. ശരി, കുഴപ്പമില്ല. ഇതങ്ങനെ ചേർക്കാം. ഇപ്പം ചേർത്താൽ ഇച്ചിരിയായിട്ട് വെച്ചേക്കണം. എന്തിനല്ലേ, നല്ല മണം. അതിന് നല്ല മണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി അത് ഇഞ്ചി നന്നാക്കി ഉള്ളി നന്നാക്കി കഴിഞ്ഞിട്ട് വേണം ഇച്ചിരി ഉണ്ടാക്കിയ അടപ്പ് പാത്രത്തിൽ, കറി പാത്രമില്ല കുഞ്ഞതിൽ നമുക്ക് ഇട്ട് വെക്കാം. അപ്പം ആവശ്യത്തിന് എടുക്കാമല്ലോ. അന്നേരം പൊടിക്കാനും ചതയ്ക്കാനും പോകേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇപ്പം എന്നാ ഉണ്ടെന്ന് വെച്ചാൽ ഇനി വേറെ പരിപാടി. ഇതിവിടെ ഇരിക്കട്ടെ, ഇതൊന്ന് മാറ്റട്ടെ കേട്ടോ. ഇത്രയും സംഗതികൾ ഇതിൽ ചെയ്യാനുള്ളൂ. ഇതിവിടെ നിങ്ങൾ മാറ്റി ഇത്രയും സ്പേസ് കിട്ടും. എന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇതൊന്ന് തുറക്കാം. ഈയല് പറക്കണ്ട, ഒന്നും അല്ലെങ്കിൽ മഴയ്ക്ക്, അല്ലെങ്കിൽ മഴയ്ക്ക് തന്നെയാണ്. ഇനി നമുക്കില്ലേ ഈ സിറപ്പിൽ നിന്ന് ഞെക്കി ഇനി എടുക്കണം. അതറിയാലോ. അതെ, ഞെക്കി വേണം എടുക്കാൻ. ഞെക്കി എടുക്കണം, വെള്ളം പാടില്ല. ഒരുപാട് ഞെക്കി കഴിഞ്ഞാൽ ചിക്കൻ പോയാലോ. അങ്ങനെയൊന്നുമില്ല. കണ്ടോ, ഇതുവരെ കേൾക്കാത്ത ചില പക്ഷികളുടെ ശബ്ദം കേൾക്കാം. അത് എന്നാണോ, ചീവീടാണ് തോന്നണോ അതല്ലേ. 3 ഇതൊന്ന് മാറ്റിയെടുക്കുക. 3 വെക്കാൻ സ്പേസ് ഇല്ല. എന്നിട്ട് അതിലേക്ക് വെക്കുക. ഏത് നേരം ഇതിലിട്ട് കൈയിട്ടോളാം. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ചുമ്മാ. എന്നിട്ട് ഈ സിറപ്പൊക്കെ എന്ത് ചെയ്യും? അത് കാണിച്ചു തരാം. എല്ലാം ഇടേന്ന്. സിറപ്പൊന്നും അധികം വരില്ല. ബാക്കി ഇതിനൊക്കെ പല പരിപാടികളുണ്ട്. ടെക്നീഷ്യൻസ്, ടെക്നിക്. കണ്ടോട്ടോ. ശരിക്കും നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. ഇതിലേക്ക് നന്നായിട്ട് ഇതിൽ ഇതായി കിട്ടണം, എന്നാലും ശരിയാവുള്ളൂ മിക്സിങ്. കുറച്ചൊക്കെ എന്നാണോ ഇതിൽ വീണ് പോകും എണ്ണയിൽ. നമ്മളപ്പോൾ ശരിക്ക്
ഇത് പൊതിഞ്ഞിരുന്നില്ലെങ്കിൽ കുറെ ഞാൻ പറഞ്ഞില്ലേ വീണ് പോകും. എത്ര ഇച്ചിരി ഓട്സ് ഒക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഓട്സ് ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ പൊടിച്ച്. ഞാൻ ആ ഓട്സ് ആയതുകൊണ്ടാണ് പിന്നെ എടുക്കാഞ്ഞത്. ഇനി വേറൊരു ഓട്സ് അല്ലേ അത് ഓട്സ് ഇരിപ്പുണ്ടല്ലേ. ഇനി തൽക്കാലം ഈ പ്ലേറ്റിലേക്ക് ഒന്ന് വെക്കാട്ടോ. മൂന്നും അങ്ങനെ മിക്സ് ചെയ്യാം. അതിൽ ഓട്സ് ഇടണ്ടോ അമ്മ? വേണ്ട, ഇനി ഒന്നും വേണ്ട. ഇത് അത്യാവശ്യം ആയി കിട്ടും നമുക്ക്. കിട്ടും. ഇനിയിപ്പോൾ അതും കൂടെ ഇട്ടാൽ ഒരുപാട് ആയി. ദേ നീറ്റാക്കണ്ടേ, കണ്ടോ? ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതില്ലേ, ഇത് ഇതിലിരിക്കട്ടെ. എന്നാന്നറിയാമോ, 2 ഒന്നിച്ച് വെക്കാൻ സ്പേസ് ഉള്ളൂ. ഞാൻ ആ തവയാ നോക്കിക്കേ, തവ നോക്കിക്കേ. നമ്മുടെ സോസ്പാൻ തവ എടുത്ത് നീ മേടിച്ച പ്രസ്റ്റീജിന്റെ. കാരണം അപ്പച്ചപ്പ് ചട്ടിയിൽ പറ്റൂല, ചെറിയ ചട്ടിയാ പോരെണ്ണം വെക്കാൻ പറ്റുള്ളൂ. കുഴി അതില് ചെറിയ അപ്പച്ചട്ടി ആയതുകൊണ്ട്. പിന്നെ മറ്റേ തവകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വലുത്, അതിങ്ങനെ ലെവലായിട്ട് അത് സുഖയില്ലായിരുന്നു, മുങ്ങിക്കിടക്കൂല. അപ്പൊ ഇത് മാത്രമേ അതിന് പറ്റിയത് എനിക്ക് തോന്നിയുള്ളൂ. അതുകൊണ്ടാട്ടോ അത് എടുത്തത്. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഇനി ചെയ്യാൻ പോണ പരിപാടി കാണിച്ചു തരാം. അത് ഓൺ ചെയ്യാം ആദ്യം. ഒന്നോടെ ഇതില നോക്കിക്കോട്ടോ. അതെ, വീണ്ടും മുക്കണം. അതെന്നാ ഇതിങ്ങനെ അധികം പിടിക്കും, കുറെ എണ്ണയും പോകുന്നേ. അതുകൊണ്ടാ ഇനി ഇതേ കോട്ടിങ് കിട്ടാനാണ് മാക്സിമം. പൊടിയൊക്കെ തീർന്നോ? 2 നമുക്ക് ആദ്യത്തെ അങ്ങ് ഇടാം. ഇടാം. മാറി 2 അമ്മ മുക്കിയില്ലേ? ഒരെണ്ണത്തിൽ ഇച്ചിരി പിടിക്കൽ കുറവുണ്ട് കേട്ടോ. അങ്ങനെ ഇടാൻ 2 എന്തായാലും ഇതൊക്കെ ആയി കിട്ടിക്കോളൂ. അതെ, വെക്കുവാണേ. 2 വെക്കാൻ സ്ഥലം ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തായാലും നോക്കിയേക്കാണ് നമുക്ക്. എൻ്റെ പതിവ് ഒരു പരിപാടി ഞാൻ കാണിക്കാത്തത്. കയ്യിലേക്ക് കിടക്കില്ലേ? ഇല്ല ഇല്ല, അവിടെ കിടന്നാവട്ടെ കേട്ടോ. ഈ സിമ്മിൽ കിടക്കണം. എന്നാന്നറിയാമോ, എന്തുവരാൻ സിം വേണം. ഫുൾ ഫ്ലെയിമിനാകുമ്പോൾ കരിയും അറിയാലോ, അതൊന്നും പോയില്ല. വേറെ നമ്മളൊട്ടും കുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സിമ്മിൽ കിടന്ന് പതുക്കെ 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 വെന്ത് വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ പരിപാടി. അതവിടെ കിടക്കട്ടെ. ആ സമയത്തില്ലേ, അല്ല വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിലേക്ക് ഇച്ചിരി പൊടിയും കൂടെ നമുക്ക് ചേർക്കണം. അരിപ്പൊടിയും മൈദപ്പൊടി. എന്നിട്ട് ഇത് കൂട്ടിയത് പറ്റുള്ളത് പതുക്കെ മതി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ താമസം ഉണ്ട് അത് വെന്ത് വരാൻ. എന്തെങ്കിലും ചെയ്താൽ മതി. ഞാൻ മിക്സ് ആക്കി വെക്കാം കേട്ടോ. അപ്പൊ അതവിടെ കിടന്ന് വേവട്ടെ. ഞാൻ മറിച്ചിടാൻ നേരത്തെ ഞാൻ വിളിക്കാം കേട്ടോ. നമുക്കൊരു പരിപാടി ചെയ്യാം കേട്ടോ. ടീസ്പൂൺ തന്നെയാണ്, കുഴപ്പമില്ല. ഇരുന്നിട്ട് തന്നെ നമുക്കൊരു പരിപാടി ചെയ്ത് വെച്ച് പിന്നെ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. നിനക്കറിയാം എന്നാ പരിപാടി എന്തായാലും മറിച്ചിടുക. അല്ല, ഇത് ഓയിൽ ഒഴിക്കുക. ഇച്ചിരി മുങ്ങിക്കിട്ടാനിച്ചിട്ട് കുറവുണ്ട്. അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ മറിച്ചിടാൻ നേരത്തെ നിന്നെ കാണിച്ചു തരാം, വിളിക്കാം. നിന്റെ വർക്ക് നീ ചെയ്തോട്ടെ. ഇവിടെ ഞാൻ ഇച്ചിരി പൊടിയും കൂടെ ശരിയാക്കുകയും ചെയ്യട്ടെ. ഓർമ്മയിട്ട് നിങ്ങളുടെ ഉള്ളതാണ്. പൊടി കുറവായി പോയി നീ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം നമുക്കേ ഏതാണ്ടൊന്ന് പരിവായിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ച് നോക്കാം കേട്ടോ. ഞാൻ സിമ്മിലാട്ടോ ഇട്ടേക്കണത്. നമുക്കൊന്ന് മറിക്കാം. പൊടിയാതെ അത് സൂക്ഷിക്കാം. ആയി വന്നേ ഉള്ളൂ. എന്നാലും ഒന്ന് മറിക്കാൻ 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിടേണ്ടി വരും. അതെന്നാന്നറിയാം, ഇതിരുങ്ങണ്ട് ചെയ്താലേ ഇച്ചിരി ബലം കുറവാണ് ഞാൻ ഇതെടുത്ത. പിന്നെ അധികം ഇളക്കലില്ലല്ലോ എന്നോർത്താണ് നോൺ സ്റ്റിക്ക് ഇതിൽ ഞാൻ അതുകൊണ്ട് ചെയ്തത്. മറിക്കാം, ഇതുകൊണ്ട് തന്നെ മറിക്കാം. മറ്റേതിന് മറിക്കാൻ പറ്റൂല. ഇച്ചിരി വിട്ടു പോന്നു കേട്ടോ. കോട്ടിങ്ങ അല്ല, അതിപ്പോ എന്നാണെങ്കിലും വിട്ടു പോകുന്നത് നിങ്ങളെ കാണിക്കാം. മറിഞ്ഞില്ലല്ലോടി വെച്ചേ. ഇപ്പൊ ഞങ്ങളാ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞ് തുടങ്ങി. പക്ഷെ ചെയ്തപ്പോ ഫ്രൈഡ് ചിക്കനായി. ഇതിന്റെ കംപ്ലീറ്റ് പൊളിഞ്ഞു പോയി. മീതെ മാവ് പെരട്ടി വെച്ച് വറുത്തതാ. ആ പൊളിഞ്ഞ് വറുത്ത കോരി ഇവിടെ മാറ്റി വെച്ചു. ഒരെണ്ണം അടുത്തത് ഇട്ടു ഞാൻ. അത് കഴിഞ്ഞ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഡിസ്പ്ലേറ്റ് വന്നപ്പോഴത്തേക്കും പൊളിഞ്ഞ പോർഷൻസ് ഒന്നും ഇതിലില്ല. എന്റെന്ന് എനിക്കറിയില്ല, പൂച്ചയുണ്ടോന്നും എനിക്കറിയില്ല. എന്തോ ഒക്കെ തിന്നോണ്ട് പോയി. അപ്പൊ ഏതായാലും ഇപ്പൊ ഈ പരുവത്തിനാണ് കിട്ടിയേക്കണേ 3 പീസും. അപ്പൊ ഫ്രൈഡ് ചിക്കന് പേരിടാം. അതായിരിക്കും നല്ലതാ. ഞാൻ പറഞ്ഞില്ലേ, എന്ത് സംഗതിയും ഫ്ലോപ്പ് ആയാലും നല്ലതായാലും നിങ്ങളെ നേരെ നിവർന്നു തന്നെ കാണിക്കും. കാരണം അതിനൊരു ഇത് വിചാരിക്കേണ്ട കാര്യമില്ല, ലജ്ജ ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്തത് നമ്മൾ കാണിക്കുന്നു. കാരണം ഒരു തവണ പോലും ഫ്ലോപ്പ് സംഭവിക്കാത്ത ആരും ഈ ലോകത്തുണ്ടാവില്ല. അങ്ങനെയൊന്നും വിഷയമില്ല. ഇതൊക്കെ ജീവിതത്തിലെ ലൈഫിൽ ഇതൊക്കെ
നടക്കണ കാര്യങ്ങളാണ്. അപ്പൊ ഈ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടി, നിങ്ങളെ കാണിക്കുന്നു. പക്ഷെ നമ്മൾ ഫ്ലോപ്പ് ആയത് കോൺഫിഡന്റ് ആയി കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ കാര്യം. അതെ, മറക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, ഓക്കെ. അപ്പൊ നല്ലതാണ്, ടേസ്റ്റിയാണ്. നമുക്ക് ഇനി വിശദമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിന്റെ പൊരിയൊക്കെയാണോ ഒന്ന് തിന്ന് നോക്കിയത്. പൊരി തിന്നത് നല്ല രുചിയുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ? അതെ. അപ്പൊക്ക് സ്വല്പം കഴിക്കുമായിരിക്കും, ഒരു സോസിൽ കൊടുത്തു നോക്കാം അല്ലേ? സ്വല്പം കഴിക്കുമായിരിക്കും എന്തായാലും. അപ്പൊ ഞാൻ ദേ കഴിക്കാൻ പോവാണ് കേട്ടോ. ദേ ഇതിന്റെ കുറച്ച് ഭാഗം ആരോ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ദേ കുറച്ച് നമുക്ക് ദേ അകത്തൊക്കെ നല്ല കറക്റ്റ് വേവാണ് കേട്ടോ. ദേ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും നമ്മുടെ ഹാർഡല്ല, നല്ല സോഫ്റ്റാണ്. ഇതിപ്പോൾ ഇത്തിരി ചൂടാറിയതിൻ്റെ ഒരു ഇതുണ്ട്, പക്ഷേ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റാണ് ഇത് കേട്ടോ. അതേ കണ്ട അകത്തൊക്കെ നല്ല സോഫ്റ്റാണ്. ഇന്ന് കഴിച്ച് നോക്കാം നമുക്ക് കേട്ടോ. കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞേക്കണ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇൻഗ്രീഡിയൻസ് നല്ല രുചിയാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് കരുതും, പക്ഷെ നമ്മൾ ഇത്ര കോട്ടിങ്ങും ഒക്കെ ചെയ്ത കാരണം, ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്ത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ലവേഴ്സിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ കാറ്റഗറിയിൽ വരില്ല കേട്ടോ, നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച ചെയ്തേ, പക്ഷെ പിന്നെ നമ്മളിത് ഫ്രൈഡ് ചിക്കൻ ആക്കി മാറ്റി. എനിവേസ് സംഭവം നന്നായിട്ടുണ്ട്. ചിക്കൻ ലവേഴ്സ് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കണ്ട. ഞാൻ ആദ്യം വിചാരിച്ചു ഒരെണ്ണം കഴിക്കാമെന്ന്, പക്ഷെ ഞാൻ 2 കഴിക്കുന്നുണ്ട്. ഞാൻ 2 കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മൂളി നല്ല രാത്രി സമയമായതാ. ലെഗ് എടുക്കാം, സോസിൽ മുക്കി കഴിക്കണം, അതാ രസം. സോസിൽ മുക്കി കഴിക്കുമ്പോൾ ശരിക്കും നല്ല രുചിയുണ്ടാവും. മയണൈസ് ഉണ്ടെങ്കിൽ നല്ല, പക്ഷെ ഞാനിപ്പോൾ മയണൈസ് നോക്കാറില്ല. ഞാൻ മയണൈസ് കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചു. ഇപ്പോൾ മയണൈസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കടകളിലൊക്കെ ചെല്ലുമ്പോഴും ഞാൻ പറയും മയണൈസ് വേണ്ട കേട്ടോ എന്ന് പറയാം. ചിക്കൻ ലവേഴ്സിനെല്ലാം ഞാൻ മനസ്സിൽ ഓർത്തുകൊണ്ട് കഴിക്കുക കേട്ടോ. ബ്രോസ്റ്റഡ് ചിക്കനാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും ചെയ്തു വന്നപ്പോൾ അതൊരു ഫ്രൈഡ് ചിക്കൻ കാറ്റഗറി ആയിപ്പോയിട്ടോ. എനിക്ക് തോന്നുന്നു ആ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ടൈമൊക്കെ ഇത്തിരി കുറഞ്ഞു പോയി, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല രസമുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേസ് ഇത് നല്ലതായിരുന്നു. പക്ഷേ നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ, നോർമലായിട്ടൊരു ഫ്രൈഡ് ചിക്കൻ ചെയ്യുമ്പോൾ ഇത്രയൊന്നും കോട്ടിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരു വ്യത്യാസം. അപ്പോൾ എനിവേസ് ഇതും ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മൾ ഉദ്ദേശിച്ചെങ്കിലും അത് ഒരു ഫ്രൈഡ് ചിക്കനായിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, എങ്കിലും നിങ്ങളത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫോളോ ചെയ്യാനൊന്നും പറയുന്നില്ലേ.